എൻ്റെ പേര് ഡോണ. ഇതെൻ്റെ മോൻ ക്രിസ്. ഞങ്ങൾ എറണാകുളത്തു നിന്ന് വരുന്നു. ഞാൻ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് 3 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെയും ഞങ്ങളുടെ US-ലും എല്ലാം ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തതാണ്. പക്ഷേ ഒന്നും വർക്ക് ചെയ്തില്ല. അതിനുശേഷം ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എന്നിട്ടും എനിക്ക് കാര്യമായ ഫലമൊന്നും കാണാതിരുന്നതിനെ തുടർന്ന് ഞാൻ വിചാരിച്ചു തീർത്ഥാടന ഉടമ്പടി തന്നെ എടുക്കാം, അല്ലാതെ ഇനിയും നമുക്ക് വേറൊരു ഓപ്ഷൻ എൻ്റെ മുന്നിലില്ലായിരുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 9, 2023 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും അതിലെ ഉടമ്പടി പ്രകാരം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ഞാൻ വളരെ കറക്റ്റായിട്ട് ചെയ്തു. ബൈബിൾ വായിക്കുന്നതാണെങ്കിലും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുന്നതാണെങ്കിലും എല്ലാ 2 വീക്സിൽ ഞാൻ കുമ്പസാരിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. മെയിനായിട്ടും വിശുദ്ധിയിൽ ജീവിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഏപ്രിൽ ആയപ്പോഴത്തേക്കിനും ഞാൻ കൺസീവായി. 6 മാസം വരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ പോയി. പക്ഷേ 6 മാസമായപ്പം ബേബി ഉണ്ടായി. പിന്നെ ഒരു 105 ഡേയ്സ് ബേബി ICNലായിരുന്നു. ഈ 105 ദിവസവും ഞാനും ഈ കുഞ്ഞും ഒരുമിച്ചാണ് ഇവിടുത്തെ ധ്യാനം കൂടുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും ഞങ്ങൾ ഒരുമിച്ചാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടുത്തെ ഡോക്ടേഴ്സൊക്കെ ചോദിക്കും, ഈ കുഞ്ഞിൻ്റെ പ്രോഗ്രസ് കാണുമ്പം ഒരു 25 വീക്സ് ഉണ്ടായ കുഞ്ഞെങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് ഡെവലപ്പ് ആവുന്നതെന്ന് അവരവരോട് ചോദിക്കുമ്പം ഞാൻ പറയും, ഒരു കൃപാസനം ഇവിടുന്ന് കിട്ടിയ കാശ് രൂപം ഞാൻ ഈ കുഞ്ഞിൻ്റെ ഐസൊലേറ്റിൽ ഒരു സിപ്ലോക്ക് ബാഗിലാക്കി ഞാൻ വെച്ചിരുന്നു. അപ്പം ഞാൻ പറയും, ഈ മാതാവാണ് ഈ കുഞ്ഞിനെ രക്ഷിക്കുന്നത്, അല്ലാതെ എനിക്കിതിൻ്റെ അകത്ത് ഒന്നും പറയാനില്ല. അങ്ങനെ 105 ദിവസം കഴിഞ്ഞ് ജനുവരി 10 ആയപ്പം ഈ കുഞ്ഞിനെ ഒരു നോർമൽ ബേബിയായി തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും ഞങ്ങൾ വീട്ടിൽ വരികയും ചെയ്തു. ഇതുവരെ ഒരു കുഴപ്പവും ഈ കുഞ്ഞിനില്ല. ഒരു 3 മന്ത്സിൻ്റെ എല്ലാ ഡെവലപ്മെൻറ്റ്സും മൈൽ സ്റ്റോണും ഈ കുഞ്ഞ് അച്ചീവ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ സ്മൈലിംഗ് ആണ്, എല്ലാം തന്നെ നോർമൽ ബേബീനെ പോലെ തന്നെ ഈ കുഞ്ഞ് ബിഹേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നു. ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ഒരാഴ്ച വൈകി, അതിനായിട്ട് ഞാൻ മാപ്പ് പറയുന്നു. അതുപോലെ ഉടമ്പടിയിൽ വെച്ച് വേറൊരു കാര്യം, ഞങ്ങളുടെ ഒരു വീടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതും മാതാവ് നടത്തി തന്നു. പിന്നെ അതുപോലെ എനിക്ക് ഏറ്റവും ഉടമ്പടിയിൽ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ബൈബിള് വായിക്കാനും എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും 30 മിനിറ്റ് ബൈബിള് വായിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും തന്ന കൃപാസന അമ്മയ്ക്ക് 1000 നന്ദി. ആത്മീയ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വിശുദ്ധ കുർബാന എന്നും ഞാൻ മുടങ്ങാതെ കാണാറുണ്ട്. അതുപോലെ കുമ്പസാരിക്കുക, 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുക, പിന്നെ ബൈബിൾ വായിക്കുന്നതിലും. അതുപോലെ ലൂക്കായുടെ സുവിശേഷം എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. കാരണം മാതാവ് എലിസബത്തിനെ 6-ാം മാസത്തിലാണ് വിസിറ്റ് ചെയ്യുന്നതും ഈ കുഞ്ഞുണ്ടായതും 6-ാം മാസത്തിലാണ്. അപ്പം അതെന്നെ വളരെയേറെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരുപാട് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് സാധിക്കുന്നു. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. എന്നായിരുന്നു ഡോണ കൃപാസനത്തിലോട്ട് കടന്നു വന്ന് ഉടമ്പടി എടുത്തത്? ഞാൻ ഫെബ്രുവരി 9, 2023 കഴിഞ്ഞ വർഷം. എന്നാണ് പ്രഗ്നൻ്റ് ആയത്? ഏപ്രിൽ 28. അപ്പോൾ നിങ്ങൾക്ക് സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടാവും. അതായത് വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഡോണ കൃപാസനത്തോട് കടന്നു വന്ന് ഫെബ്രുവരി മാസമാണ് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഉടമ്പടിയുടെ കാലാവധി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, 90 ദിവസമാണ്. ഈ 90 ദിവസത്തിനുള്ളിൽ തന്നെ ഈ സഹോദരി പ്രഗ്നൻ്റ് ആണെന്ന് കാണുകയും പിന്നീട് നമ്മൾ ഇപ്പോൾ കേട്ടതുപോലെ തന്നെ അതൊരു പ്രിമച്വർ ഡെലിവറി ആയിരുന്നു. അപ്പോൾ ഈ കൃപാസനത്തിലെ മരിയൻ പ്രത്യക്ഷീകരണവും ഈ ഒരു സാക്ഷ്യവും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, 6 മാസം കഴിഞ്ഞ് ഒരു പ്രിമച്വർ ബേബി ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ കുഞ്ഞ് കയ്യിലിരിക്കുന്ന കുഞ്ഞ് ജനിച്ചത്.
പക്ഷേ ഈ നിയോനൈറ്റൽ ICUയിൽ കുഞ്ഞിനെ കീപ്പ് ചെയ്യുന്ന സമയത്ത് ഈ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻ്റ് എല്ലാം ഒത്തിരി ഫാസ്റ്റാണെന്ന് ഡോക്ടേഴ്സ് അത്ഭുതത്തോടു കൂടി ഈ അമ്മയോട് പറഞ്ഞു എന്നാണ് ഈ സാക്ഷ്യത്തിൽ നമ്മളോട് പങ്കുവച്ചത്. നമുക്കറിയാം, ഉടമ്പടിയിൽ ലഭിക്കുന്ന കാശുരൂപം പരിശുദ്ധ അമ്മയുടെ നേർ സാന്നിധ്യമാണ്. ആ കാശുരൂപം കുഞ്ഞിൻ്റെ അടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഡോക്ടറിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കുഞ്ഞിൻ്റെ കുഞ്ഞിന് 3 മാസമുണ്ട്, മൈൽ സ്റ്റോൺ എല്ലാം കറക്റ്റായി, പ്രിമച്വർ ബേബിയുടേതായിട്ടുള്ള യാതൊരു ഡിഫക്ട്സോ ഒന്നുമില്ല, എല്ലാം കറക്റ്റാണെന്നാണ് ഈ അമ്മ ഈ സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞത്. മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി നമുക്ക് കരങ്ങളടിച്ച് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.